ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും അവർ ഡേ ലൈഫ് ലെസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു സൺഡേ വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. സൺഡേ ഈവനിങ് ആയിട്ട് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തു. ചേട്ടനും ചേച്ചിയും കൊച്ചുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള കളമശ്ശേരിയിലെ ചിൽഡ്രൻസ് പാർക്കിലാണ് പോകുന്നത്, സയൻസ് പാർക്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ്. ചേട്ടനും ചേച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞ അടിപൊളിയാണ്, നമുക്ക് അവിടെ പോകാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. വൈകിട്ട് സമയം ഒരു 5 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. ഞങ്ങൾ 5:30 ആയി കാണും ഇറങ്ങിയപ്പം. അപ്പോൾ ഇത് ശോഭായാത്ര വഴിയിൽ വെച്ച് കണ്ടു. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ. അടിപൊളിയായിട്ടോ പിള്ളേർ കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് പോകുന്നത്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഇതൊക്കെ കാണുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കൊച്ചിനെയൊക്കെ കാണിച്ചു കൊടുത്തു. അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് വലിയ ടൈമൊന്നും എടുത്തില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പാർക്കിലെത്തി കേട്ടോ. പാർക്കിലെത്തി ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമും സംഭവങ്ങളൊക്കെ പെട്ടിക്കടകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൂട്ടി വിളിച്ചപ്പോൾ ചേച്ചി ഒരു ബോൾ വാങ്ങിച്ചു കൊടുത്തു. ഇതാണ് കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്ക്. അത്യാവശ്യം നല്ല എൻട്രൻസ്, വലിയ ബോർഡൊക്കെയാണ്. ഭയങ്കര തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാവുന്നതല്ലേ നോക്ക്. ഞങ്ങൾ അകത്തേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ചെന്ന് കയറി അവിടെ ഇരുന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങി. കുറച്ച് നേരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നു. കുഞ്ഞാപ്പിക്കൊരു അന്നൂട്ടിക്ക് ബോൾ കണ്ടപ്പോൾ കുഞ്ഞാപ്പിക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ ചേട്ടൻ പോയി മിഠായി മേടിച്ചു കൊടുത്തു 2 പേർക്ക്. അപ്പോൾ അതും കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കുഞ്ഞൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡാണ് ഈ സ്ലൈഡിൽ ഇങ്ങനെ ഊർന്നിറങ്ങുന്നത്. അതിങ്ങനെ മണിക്കൂറോളം ചെയ്താൽ അവന് ഒട്ടും മടുപ്പില്ലാതെ അവനത് ചെയ്തുകൊണ്ടിരിക്കും. കയ്യിൽ മിഠായും പിടിച്ചുകൊണ്ട് ഓട്ടാണ് ഓരോ റൗണ്ടും. അന്നൂട്ടിയാണെങ്കിൽ ചേച്ചിയുടെ മടിയിൽ കയറി ഇരുന്ന് ലോലിപ്പോപ്പും ചപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് എന്തൊക്കെ ഇവിടെ നടക്കണേന്ന്. ഇപ്പോൾ ഞാൻ ചെന്ന് അന്നൂട്ടിയുടെ അടുത്ത് പോയി ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ലോലിപ്പോപ്പ് മതിയാക്കിയപ്പോൾ ആൾ തനിക്ക് തന്നെ തിരിച്ചു വന്നു. ഞാൻ ലോലിപ്പോപ്പ് ചപ്പി അവൻ ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ആൾ താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഇപ്പോൾ ചേച്ചിയും മോളും കൂടി ബോൾ കളിക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തു. അന്നൂട്ടിക്കാണെങ്കിൽ ബാക്കിയുള്ള റൈഡ്സ് ഒന്നും കണ്ടിട്ട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല എന്ന് തോന്നുന്നു. അവൾക്ക് ആ ബോൾ കിട്ടിയപ്പോൾ ബോൾ തട്ടി കളിക്കാനാണ്. അവൾക്ക് അല്ലെങ്കിലും ബോളിനോട് ഇത്തിരി ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇവിടെയും ബോൾ ഇഷ്ടം പോലെ ഉണ്ട് 2 പേർക്കും കൂടി കളിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അന്നൂട്ടിക്ക് ബോറടിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ അന്നൂട്ടി നേരെ നടന്നു പോവാണ്. ഞാൻ പിന്നാലെ നോക്കി ചെന്നപ്പോൾ അന്നൂട്ടി അവളുടെ പപ്പേനെ കണ്ടു. വേഗം ചെന്ന് അവൾ അവിടെ സ്ഥാനം പിടിച്ചു. അങ്ങനെ അന്വേഷും അപ്പയും കൂടി കുറച്ച് നേരം അതിൻ്റെ സ്ലൈഡുമേ ഇറങ്ങി കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവസാനം എല്ലാം ലൈറ്റൊക്കെ ഓഫായി. അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ നിന്ന് പിള്ളേർ 3 പേരും ഭയങ്കര കളിമൂടിലായിരുന്നു. കുറേ നേരം അവിടെ നിന്ന് ബോൾ തട്ടി കളിച്ചു. ഞങ്ങളപ്പോൾ അവർ കളിക്കാനിടത്ത് കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. പിള്ളേരുടെ കളി നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ച് തരാമെന്നും പറഞ്ഞ് പയ്യെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു. എല്ലാവരും വാനില സ്ട്രോബെറിയൊക്കെ മേടിച്ച്. എനിക്ക് മാത്രം ചോക്കോബാർ തിന്നാൻ വലിയ കൊതിയായിരുന്നു. പിള്ളേർക്ക് കുറച്ച് നാളായിട്ട് പനിയും ഇൻഫെക്ഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ തിന്നിട്ട് കുറച്ച് നാളുകളായി. എനിക്കൊരു കൊതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പയ്യെ ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് പോപ്കോണൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് അതൊക്കെ പൊട്ടിച്ച് തിന്നത്. പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു. ചേച്ചി അത് അവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബബിൾസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കുഞ്ഞൂസും അതും ചേച്ചിയുടെ ഒപ്പം ബബിൾ ഉണ്ടാക്കി കളിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് ചില്ലായി ഇങ്ങനെ ഇരുന്നു. നല്ലൊരു സൺഡേ ആയിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.